വെൽക്കം ടു MS ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പാർട്ട് 2 ആണ് നോക്കുന്നത്. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നപ്പോൾ ലാസ്റ്റ് പറഞ്ഞാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രാജ്യത്തിന് എന്ത് ചെയ്യണം, ഒരു നിയമത്തിൻ്റെ ആവശ്യം വരുമ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ രാജ്യത്തിന് നിയമത്തിൻ്റെ ആവശ്യം വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്തായിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങി? ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ടും ബിഹേവ് ചെയ്യും, അതൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആയിട്ടും ബിഹേവ് ചെയ്യും. ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ട് എന്നാണ് ഫോം ചെയ്ത ഡേറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 17 നവംബർ 1947 ആണ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അങ്ങനെ കൂടുമ്പോൾ ആരാണ് ഹെഡായിട്ട് വരുന്നത്? GV മാവലങ്കർ. എന്നാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹെഡായിട്ട് വരുമ്പോൾ ദാറ്റ് വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഹെഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അവിടെ നിന്ന് റൺ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഒരു സൈഡിൽ കൂടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി റൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് മൊത്തം എത്ര രൂപ ചിലവായെന്ന് ചോദിച്ചാൽ, ഓക്കെ, ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് ഇവർ 60ഓളം രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഈ 60ഓളം രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ 60 രാജ്യങ്ങളിൽ പോയി ചെന്നിട്ട് അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഇരുന്ന് നോക്കി എഴുതുന്നു. അത് പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആയിട്ട് ചിലവാകുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ എന്താണ് ഇവിടെ മീറ്റിംഗ് നടത്തുന്നു. ഏകദേശം 2 വർഷം 11 മാസം 17 ദിവസം കൊണ്ടാണ് ഇവർ എഴുതി തീർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചിലവ്, ഓക്കെ, ഇതിനെല്ലാം പൈസ ചിലവ് എവിടെ നിന്നാണ് കിട്ടിയത്? ആദ്യം തന്നെ എത്ര രൂപയാണ് ഇവർ ചിലവാക്കിയെന്ന് വെച്ചാൽ ദാറ്റ് വാസ് 64 lakhs, 64 ലക്ഷം എന്ന് പറയുന്ന എമൗണ്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവരെ ചിലവാക്കിയിട്ടുള്ളത്. ഈ പൈസ ഇവർ എവിടെ നിന്ന് കിട്ടി? ഇന്ത്യയുടെ കയ്യിൽ ഇല്ല. ഈ 64 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കോടികൾ വരും. ഇത് 1946 തൊട്ട് 50 വരെ ചിലവാക്കിയ പൈസയാണത്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഇന്നത്തെ കോടികളായിട്ട് വരും. അപ്പോൾ ഈ എമൗണ്ട് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലില്ലായിരുന്നു, ജനങ്ങളാണ് ഈ പൈസ കൊടുത്തത്. ഓക്കെ, ജനങ്ങളടുത്ത് ചെന്നിട്ട് പിരിവ് പോലെ നടത്തിയിട്ട് ഒരു ഫണ്ട് പോലെ നടത്തിയിട്ട് ഇവരെന്ത് ചെയ്തു? ഈ 64 ലക്ഷം കളക്ട് ചെയ്തിട്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 64 ലക്ഷം രൂപ ജനങ്ങൾ കൊടുത്തു. പക്ഷെ നോക്കിയപ്പോൾ 1946 തൊട്ട് ഈ ബോഡി ഉണ്ട്. ഓക്കെ, ഒരു 48 ഒക്കെ ആയപ്പം എന്ത് തുടങ്ങിയെന്ന് വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരം തുടങ്ങി. എന്താണ് ഇവർ ചെയ്യുന്നത്? ആക്ച്വലി ഇവർ ഇങ്ങനെ മീറ്റിംഗ് എല്ലാം നടത്തുന്നു, ലോകത്തെ പല രാജ്യങ്ങളിലോട്ട് ഇവർ പോകുന്നു. ഈ പൈസയ്ക്ക് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, ആക്ച്വലി ഇവർ വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ 64 ലക്ഷത്തിനും എന്താണ് ജനങ്ങൾക്ക് ഡൗട്ട് തുടങ്ങി. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് പറഞ്ഞു? നമ്മൾ തയ്യാറാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യാം? നമ്മൾ പത്രത്തിലിടാം. ഓക്കെ, എന്തിനെന്ന് വെച്ചാൽ ഫോർ പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പത്രത്തിൽ ഇടയാണ്. ഇതെന്ത് കൊണ്ടുവരും? ജനങ്ങൾക്കിടയിൽ എന്താണ് ഒരു വിശ്വാസം കൂടി കൊണ്ടുവരും. എന്താണ്? ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ അഭിപ്രായമുണ്ട്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ മേജറായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനും കൂടിയുള്ള ഒരു ഫോറമായിട്ട് ഇത് മാറും. അതിനായിട്ടുള്ള ഒരു ചാൻസും കൂടി എന്ത് കിട്ടുകയാണ്? ജനങ്ങൾക്ക് കിട്ടുകയാണ്. അങ്ങനെ ഇത് എന്നാണ് ഇത് പബ്ലിക് ഒപ്പീനിയന് വേണ്ടി ഇത് പത്രത്തിലിട്ടതെന്ന് വെച്ചാൽ 28 ഫെബ്രുവരി 1948. 28 ഫെബ്രുവരി 1948 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫോർമാറ്റ്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മോഡൽ എന്ത് ചെയ്തു? പത്രത്തിലിട്ടു. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു മോഡലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരാൻ പോണ, ജനങ്ങളൊന്ന് വായിച്ചു നോക്കുക, നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കാന്ന് പറഞ്ഞ എന്താണ് ജനങ്ങൾക്ക് ഒരു മോഡലിട്ട് കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പം ആ ഡേറ്റ് ഓർത്തോണം. ഫോർ പബ്ലിക് ഒപ്പീനിയൻ ദ മോഡൽ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ഡ്രാഫ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് പബ്ലിഷ്ഡ് ഇൻ ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ഓൺ 28 ഫെബ്രുവരി 1948. ഓക്കെ, പബ്ലിക് ഒപ്പീനിയന് വേണ്ടി ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിന് പബ്ലിഷ് ചെയ്ത ഡേറ്റ് എന്നു വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 28 ഫെബ്രുവരി 1948 അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന എന്തിൻ്റെ ബേസിൽ എന്ന് വെച്ചാൽ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്തിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്നു വെച്ചാൽ 22 കമ്മിറ്റി ആയിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തു. 389 പേര് പിന്നെ 299 പേരായിട്ട് റെഡ്യൂസ് ചെയ്ത് അവരിരുന്ന് ഒരുമിച്ച് ഒരേ കാര്യം വെച്ച് നോക്കാതെ എല്ലാ ആൾക്കാർക്കും 22 കമ്മിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ 22 കമ്മിറ്റിയിൽ എത്ര മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു? എത്ര മേജർ കമ്മിറ്റീസ് ഉണ്ടായെന്ന് വെച്ചാൽ 8 മേജർ കമ്മിറ്റീസ് ഉണ്ടായിരുന്നു. ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ബാക്കിയെല്ലാം വരുന്ന മൈനർ കമ്മിറ്റീസ് ആണ് വരുന്നത്. ഓക്കെ, ബാക്കി എത്ര വരും? 14 കമ്മിറ്റീസ്. ഓക്കെ, 14 കമ്മിറ്റീസ് മൈനർ കമ്മിറ്റീസും അതൊരിക്കലും പരീക്ഷ ചോദിക്കാറില്ല. ഹൗ മെനി മേജർ കമ്മിറ്റീസ് ദാറ്റ് ഡസ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഹാഡ് എന്ന് വെച്ചാൽ 8 മേജർ കമ്മിറ്റീസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ 8 മേജർ കമ്മിറ്റീസ് നോക്കാം. 22 കമ്മിറ്റിക്കും ഓരോ കമ്മിറ്റിക്കും ഓരോ ചെയർമാൻ ഉണ്ടാവും. ഓരോ കമ്മിറ്റിക്കും ഓരോ ചെയർമാൻ ഉണ്ടാവും. എന്നാൽ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ചെയർമാൻമാരെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നോക്കാം, 3 പേരാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ ആദ്യം പഠിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും കമ്മിറ്റിയുടെ പേരിന്റെ തുടക്കം പഠിക്കാനായിട്ട് ഒരു ട്രിക്ക് വെച്ച് നമുക്ക് പഠിച്ചു പോവാം. ഏതെങ്കിലും കമ്മിറ്റിയുടെ
കമ്മിറ്റിയുടെ തുടക്കത്തിലെ പേര് യൂണിയൻ വെച്ചാണ് സ്റ്റാർട്ട് ആവുന്നത്. യൂണിയൻ വെച്ച് സ്റ്റാർട്ട് ആവുന്ന ഏതൊരു കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരിക്കും, അതിന്റെ ചെയർമാൻ ആരായിരിക്കും എന്ന് വെച്ചാൽ that will be Nehru. Okay. ഫോർ എക്സാമ്പിൾ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ദാറ്റ് വാസ് നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതിന്റെ ഹെഡ് ആരെന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി നെഹ്റു. ഓക്കെ, അങ്ങനെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്. ഏതിന്റെ ഫ്രണ്ടിലും യൂണിയൻ വന്നോട്ടെ, അല്ലെങ്കിൽ എവിടെയാണെങ്കിലും യൂണിയൻ എന്നുള്ള വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിന്റെ ഹെഡ് ആരായിരിക്കും? നെഹ്റു ആയിരിക്കും അതിന്റെ ഹെഡായിട്ട് വരുന്നത്. ഒരേ ഒരു കമ്മിറ്റി മാത്രമേ ഉള്ളൂ യൂണിയൻ എന്ന് പറഞ്ഞ പദമില്ല, എന്നാൽ നെഹ്റു ചെയർമാൻ ആയിട്ട് വരുന്ന കമ്മിറ്റി, ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്സ് കമ്മിറ്റി. സ്റ്റേറ്റ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിയിൽ യൂണിയൻ എന്നുള്ള വാക്കില്ല, പക്ഷെ അതിന്റെ ഹെഡ് ആരായിരുന്നു? നെഹ്റു. പഠിക്കാൻ എളുപ്പത്തിൽ ഓർത്ത് വെച്ചിരിക്കുക, സ്റ്റേറ്റ് യൂണിയൻ കമ്മിറ്റി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഹെഡ് നെഹ്റു ആയിരുന്നു. ബാക്കി ഏതൊക്കെ കമ്മിറ്റിയുടെ ഹെഡ് നെഹ്റു ആയോ, ചെയർമാൻ നെഹ്റു ആയോ, അതിനെല്ലാം യൂണിയൻ എന്നുള്ള പദം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചെയർമാനെ കുറിച്ച് പഠിക്കേണ്ടതാണ് രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് പഠിച്ചു വയ്ക്കാൻ നിങ്ങൾ ഒരു കാർ ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഒരു കാർ ഒന്ന് ഓർത്ത് വയ്ക്കുക. നോക്കുക, രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാർ ചിന്തിക്കുക. ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാറിന് എന്തൊക്കെ സ്പെഷ്യാലിറ്റി കാണും? മറ്റ് ഒരു വണ്ടികൾക്ക് നമുക്ക് സാധാരണ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വണ്ടിയും വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ഏത് കാർ വേണോ വാങ്ങിക്കാം. പക്ഷെ ഒരു പ്രസിഡന്റിന്റെ കാറിലുള്ള പല സംഭവങ്ങളും ഒരു സാധാരണ ഇന്ത്യക്കാരന് വയ്ക്കാൻ പറ്റില്ല. അതിലൊന്നാണ് എന്തെന്ന് പറയുന്നത്, ആ കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാറിന്റെ ഫ്രണ്ടിൽ വരുന്ന ഫ്ലാഗ്. അത് നമുക്ക് എല്ലാവർക്കും ഒന്നും അങ്ങനെ കാറിന്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒരു കാർ ഉണ്ടെന്ന് നോക്കി, ആ കാറിന് ഫ്ലാഗ് ഉണ്ട്. ഒരു കാറിന്റെ മെയിൻ പോർഷൻ എന്താണ്? ഒരു കാറിന്റെ ഡിസൈഡിങ് ഫാക്ടർ, കാർ ഏത് ഡയറക്ഷനിലോട്ട് തിരിയണം എന്ന് തീരുമാനിക്കുന്ന എന്താണ്? ആ കാറിന്റെ സ്റ്റിയറിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മതി, ഒരു കാറിന്റെ ഫ്ലാഗും ഒരു കാറിന്റെ സ്റ്റിയറിംഗ്. ഇത് വെച്ച് രാജേന്ദ്ര പ്രസാദ് ഹെഡായിട്ടുള്ള എല്ലാ കമ്മിറ്റീസും നമ്മൾ പഠിക്കുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യത്തെ കമ്മിറ്റിയാണ് നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി. ഓക്കെ, നാഷണൽ ഫ്ലാഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ദാറ്റ് വാസ് രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇനി കാറിന്റെ ഫ്രണ്ടിൽ ഫ്ലാഗ് വയ്ക്കണമെന്ന് റൂൾ ഉണ്ടല്ലോ. അപ്പോൾ റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു എന്ന് വെച്ചാൽ ദാറ്റ് വാസ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി കാറിന്റെ മെയിൻ പോർഷൻ എന്താണ്? അതിന്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് എന്താണ്? അത് സ്റ്റിയറിംഗ് ആണ്. അപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു എന്ന് വെച്ചാൽ ദാറ്റ് വാസ് രാജേന്ദ്ര പ്രസാദ്. അപ്പൊ 3 കമ്മിറ്റീസ് ഏതൊക്കെയാണ്? നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി, ഹെഡ് ആരാണ്? രാജേന്ദ്ര പ്രസാദ്. റൂൾ ഓഫ് പ്രൊസീജിയർ, കാറിന്റെ ഫ്രണ്ടിൽ ഫ്ലാഗ് വയ്ക്കണമെന്ന് റൂൾ ഉണ്ട്. അപ്പൊ റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ആരാണ്? രാജേന്ദ്ര പ്രസാദ്. മൂന്നാമത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണ്? ദാറ്റ് ഈസ് രാജേന്ദ്ര പ്രസാദ്. വീണ്ടും ഓക്കെ, അപ്പൊ നമ്മൾ നെഹ്റുവും പഠിച്ചു, രാജേന്ദ്ര പ്രസാദും പഠിച്ചു. ഇനി മൂന്നാമത്തെ വ്യക്തിയെ പഠിക്കുകയാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ ഹെഡായിട്ട് വരുന്ന ഏതൊക്കെ കമ്മിറ്റീസ് ആണ് വരുന്നത്? നോക്കാം. നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എന്താണ്? അയൺ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ, അയൺ മാൻ എന്നറിയപ്പെടും. ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇന്ത്യയെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ നോക്കി, ഒരിക്കലും പാകിസ്ഥാൻ ഒരു ഡിവിഷൻ വരാതെ നോക്കിയ വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ, ഇൻഡിപെൻഡന്റ് ആയപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയും അതേപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 90% കൂടുതൽ ആൾക്കാർ പറഞ്ഞ ആര് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവണമെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആവണമെന്നാണ് പറയുന്നത്. അത്രയും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? ഇദ്ദേഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഇന്ത്യക്കകത്തുള്ള ഏത് ഡിഫിക്കൽട്ട് ജോബും ഏത് ടഫ് ജോബും ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളോട് 1929 പൂർണ്ണ സ്വരാജ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ റിപ്പബ്ലിക് ഡേ ജനുവരി 26 മാറിയ കാര്യം? 1929 എന്താണ്, ലാഹോറിൽ വെച്ച് ഒരു സെഷൻ നടക്കുന്നു. ആ സെഷന്റെ ഹെഡ് ആരാന്ന് വെച്ചാൽ നെഹ്റു ആയിരുന്നു ആ സെഷന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ നെഹ്റു ഹെഡ് ആയപ്പോൾ നെഹ്റു എന്ത് പറഞ്ഞു? നിങ്ങൾ എല്ലാവരും 1930 ജനുവരി 26 ഇവിടെ പോവാ, രവി നദീര തീരത്ത് നിന്നിട്ട് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇരുന്ന് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്ത് അവരെല്ലാം മരിക്കപ്പെട്ടു. അപ്പൊ എന്താണ്, ആൾക്കാർക്ക് INCയുടെ വെറുപ്പ് തോന്നുന്നു. വെച്ചാൽ INCയുടെ വാക്ക് കേട്ടിട്ട് 1929 ലാഹോർ സെഷന്റെ വാക്ക് കേട്ടിട്ടാണ് ഈ ജനങ്ങളെല്ലാം പോയത്. അപ്പോൾ എന്താണ്, 1930 സെഷൻ വയ്ക്കാൻ എല്ലാവർക്കും ഒരു പേടി എന്ന് വെച്ചാൽ
29ന്റെ സെഷൻ കേട്ട് 30 ചെന്നിട്ട് ഇതിൽ കൊലപാതകം നടന്നിട്ട് ഇനി 1930 അടുത്ത INCയുടെ സെഷൻ വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ നിന്ന സമയത്താണ് 1931 അടുത്ത സെഷൻ കൂടണം. ഓക്കെ, 1931 അടുത്ത സെഷൻ കൂടുമ്പോൾ എല്ലാവർക്കും പേടി, ആർക്കും INC പ്രസിഡന്റ് ആവാനുള്ള ധൈര്യമില്ല. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു, ഞാൻ INC പ്രസിഡന്റ് ആവാം. എവിടെ വെച്ചാണ് ഇൻസിഡന്റ്? ലാഹോറിന്റെ ആൾക്കാരിലെ പ്രശ്നം ഏറ്റവും കൂടുതൽ, ബിക്കോസ് ലാഹോർ രവി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി വരുന്ന നദിയാണ്. അപ്പോൾ എന്താണ്, പാകിസ്ഥാന്റെ ആൾക്കാർക്കാണ് ദേഷ്യം കൂടുതൽ. അന്ന് പാകിസ്ഥാൻ അല്ല, അന്ന് ഇന്ത്യയുടെ പാർട്ടായിട്ട് നിൽക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് എന്താണ് അത്രയും ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെ സെലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് കറാച്ചി എന്ന് പറയുന്ന സ്ഥലം സെലക്ട് ചെയ്തു. ഓക്കെ, ആ കറാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്ത് നടത്തി? സെഷൻ നടത്തി. ഓക്കെ, ആര് ഹെഡായി? സർദാർ വല്ലഭായ് പട്ടേൽ. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് ധൈര്യം കാണിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇത്രയും കമ്മിറ്റീസ് എല്ലാം പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റി. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും? നോക്കുക, നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തി, അതൊരു സാധാരണക്കാരനായിക്കോട്ടെ, ഒരു പണക്കാരനായിക്കോട്ടെ, ഒരു പാവപ്പെട്ടവനായിക്കോട്ടെ, ആരായിക്കോട്ടെ, ആ വ്യക്തി ഇന്ത്യക്കാരനാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കേണ്ട മിനിമം റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, മിനിമം മൗലിക അവകാശങ്ങളുണ്ട്. ഇന്ത്യക്കാരനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ ജനിക്കുന്ന ആ ദിവസം തന്നെ ആ വ്യക്തിക്ക് അവകാശങ്ങളെല്ലാം കിട്ടും. ആ അവകാശങ്ങളെയാണ് പറയുന്ന മൗലിക അവകാശങ്ങൾ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയും. ഫണ്ടമെന്റൽ, ബേസിക് ആയിട്ട് വ്യക്തിക്ക് ലഭിക്കേണ്ട റൈറ്റ്സ്. ആ റൈറ്റ്സ് ഏതൊക്കെ ആയിരിക്കണം? മീൻസ് ഒരു വ്യക്തിക്ക് ബേസിക് ആയിട്ട് കൊടുക്കേണ്ട റൈറ്റ്സിന്റെ ലിമിറ്റ് ഒരിക്കലും കൂടാൻ പാടില്ല. ഓവറായിട്ട് ഒരുപാട് അധികാരങ്ങൾ കൊടുക്കാൻ പാടില്ല ഒരു ഇന്ത്യക്കാരനായിട്ട് ജനിച്ചെന്ന് വെച്ചുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഒട്ടും റൈറ്റ്സ് കുറയ്ക്കാനും പാടില്ല. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ബേസിക് റൈറ്റ്സ് വേണം കൊടുക്കേണ്ടത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് തീരുമാനിച്ച ആരെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് തീരുമാനിച്ച ആരെന്ന് വെച്ചാൽ ഇദ്ദേഹമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ആ കമ്മിറ്റി, ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു വെച്ചാൽ ദാറ്റ് വാസ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ രാജ്യത്തെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് റിലീജിയന്റെ അപ്പുറത്ത് പോകുന്നതാണ് കാസ്റ്റിൽ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കാസ്റ്റ് വിട്ടോട്ട് റിലീജിയൻ തന്നെ നമ്മൾ എടുക്കുക. നമ്മുടെ രാജ്യത്തെ മേജർ ഇഷ്യൂ വരുന്ന റിലീജിയൻ ആണ്. അപ്പൊ റിലീജിയനെ നമ്മുടെ രാജ്യത്തെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഒരു മെജോറിറ്റി ആയിട്ട് ഉള്ള ഒരു റിലീജിയൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഹിന്ദുയിസം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മേജർ ആയിട്ട് കാണുന്ന ആൾക്കാർ ഹിന്ദുസ് ആണ്. ഇന്ത്യയിലെ 73% ആൾക്കാർ ഹിന്ദുസ് ആണ്. അപ്പൊ ഹിന്ദുസ് ഒഴിച്ചു വരുന്ന ബാക്കി എല്ലാവരും എന്തായിട്ടാണ് കൂട്ടുന്നത്? മൈനോറിറ്റീസ് ആയിട്ടാണ് കൂട്ടുന്നത്. ഓക്കെ, ബാക്കി എല്ലാവരും മൈനോറിറ്റീസ് ആയിട്ട് കൂട്ടും. ഹിന്ദു ഒഴിച്ച് ബാക്കി ഏതൊക്കെ റിലീജിയൻ ഇന്ത്യക്കകത്ത് കാണുന്നോ അതെല്ലാം മൈനോറിറ്റീസിൽ വരും. അപ്പൊ ഈ ഒരു ഡിഫറൻസിയേഷൻ വരുത്തിയത്, ഓക്കെ, ആര് ഹിന്ദു ആയി മാറും, ആര് മെജോറിറ്റി ഗ്രൂപ്പിൽ പോകും, ആര് മൈനോറിറ്റി ഗ്രൂപ്പിൽ പോകും എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു കമ്മിറ്റി വരുന്നു. ദാറ്റ് ഈസ് എ മൈനോറിറ്റീസ് കമ്മിറ്റി. ദാറ്റ് ഈസ് മൈനോറിറ്റീസ് കമ്മിറ്റി. ഈ മൈനോറിറ്റി കമ്മിറ്റിയുടെ ഹെഡ് ആയതെന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്ക് നമ്മുടെ രാജ്യത്ത് മെജോറിറ്റി മൈനോറിറ്റി നോക്കുന്നത് റിലീജിയന്റെ ബേസിസ് മാത്രമല്ല. ഓക്കെ, റിലീജിയൻ മാത്രമല്ല വരുന്ന, ഓക്കെ, ലാംഗ്വേജും ഒരു ബേസ് ആയിട്ട് വരും. ലാംഗ്വേജിനും കൂട്ടാറുണ്ട്. ഓക്കെ, ഇപ്പം ഒട്ടുമേ സംസാരിക്കാത്ത ഭാഷകളുണ്ട്. ഇപ്പൊ തുളു ഭാഷകൾ, കൊങ്കിണി ഭാഷകൾ, ഡോളോ, ഡോങ്ക്രി. അപ്പൊ ഇങ്ങനത്തെ ഭാഷകൾ എന്താണ്? ഇതെല്ലാം ഒരുപാട് കുറച്ച് സംസാരിക്കുന്ന ഭാഷകളാണ്. അപ്പൊ ഇങ്ങനത്തെ ഭാഷകൾ എന്താണ്? ഇതിനെ മൈനോറിറ്റി ഭാഷയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ മൈനോറിറ്റി ഭാഷകൾക്ക് എന്താണ്? പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർക്കായിട്ട് പ്രത്യേകമായിട്ട് യൂണിവേഴ്സിറ്റി കിട്ടാറുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഫണ്ട് കൊടുക്കാറുണ്ട്. ആ ഭാഷകൾ എന്താണ്? സൂക്ഷിക്കണമെന്നുണ്ട്. ബിക്കോസ് അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ടും ഇവരെ എന്താണ്? മൈനോറിറ്റീസ് ആയിട്ട് കൂട്ടാറുണ്ട്. റിലീജിയനും ലാംഗ്വേജ് ഇതെല്ലാം നമുക്ക് പിന്നെ പഠിക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. മൈനോറിറ്റീസിന്റെ അവകാശത്തിന് വേണ്ടി വന്ന ഒരു കമ്മിറ്റിയാണ് മൈനോറിറ്റി കമ്മിറ്റി. അതിന്റെ ഹെഡ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യക്കകത്ത് മൈനോറിറ്റി ആവണം എന്ന് തീരുമാനിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ഹെഡ് ആയിട്ടുള്ള ഈ കമ്മിറ്റിയാണ്. ഓക്കെ, ഈ മൂന്ന് വ്യക്തികൾ ഹെഡ് ആവുന്ന കമ്മിറ്റീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കമ്മിറ്റി. ഞാൻ ഒന്നുകൂടി നിങ്ങൾ നോട്ട് ചെയ്താൽ എന്ത് ചെയ്തിക്കണം? ഇവിടെ ആ കമ്മിറ്റി എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തോണം. കമ്മിറ്റി എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തോണം. ഇവിടെ എന്താന്ന് കൊടുത്തോണം? ചെയർമാൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കണം. ചെയർമാൻ എന്ന് പറഞ്ഞ ഹെഡിങ്. അപ്പൊ ആദ്യം വരുന്ന കമ്മിറ്റി ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ഓക്കെ, അടുത്ത വരുന്നത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഇനി യൂണിയൻ പദമില്ലാതെ വരുന്ന കമ്മിറ്റി ഏതെന്ന് വെച്ചാൽ, പക്ഷെ ആരാണ് ഹെഡ്? നെഹ്റു ഹെഡ് ആയിട്ട് വരുന്ന കമ്മിറ്റി ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സ്റ്റേറ്റ് കമ്മിറ്റി.
ദാറ്റ് ഈസ് സ്റ്റേറ്റ് കമ്മിറ്റി. ഓക്കെ, അപ്പം യൂണിയൻ എവിടെയൊക്കെ നിങ്ങൾ കാണുന്നോ അതിനെല്ലാം ചെയർമാൻ ആര് തന്നെ വരും? നെഹ്റു ആണ് ചെയർമാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 3 കമ്മിറ്റീസോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ദാറ്റ് ഈസ് രണ്ടാമത്തെ വ്യക്തിയാണ് രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദ് നമ്മൾ കാറാണ് ഓർത്ത് വയ്ക്കുന്നത്. ആദ്യം നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് എന്ന് പറയും. നാഷണൽ ഫ്ലാഗ് കമ്മിറ്റി. അടുത്ത റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. ചില ബുക്കിൽ അല്ലെങ്കിൽ എക്സാമിൽ തിരിച്ചെഴുതി തരും. ദാറ്റ് ഈസ് കമ്മിറ്റി ഓൺ റൂൾസ് ഓഫ് പ്രൊസീജിയർ. ഏത് ചോദിച്ചാലും ഒരാളെ തന്നെ. പിന്നെ കാറിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി. ഈ മൂന്നിന്റെ ഹെഡ് ആരാണ് വരുന്നത്? ദാറ്റ് ഈസ് രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഇനി അടുത്ത വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വ്യക്തിയാണ്. ഏതൊക്കെയാണ് കമ്മിറ്റി? ദാറ്റ് ഈസ് കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, എഴുതിക്കോണം. കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പുറത്ത് വരുന്ന കമ്മിറ്റി ഉണ്ട്. ദെൻ ദ നെക്സ്റ്റ് ഈസ് കമ്മിറ്റി ഓൺ മൈനോറിറ്റി റൈറ്റ്സ്. കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ്. റൈറ്റ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ്. ഈ രണ്ട് കമ്മിറ്റിയുടെ ഹെഡ് ആരായിട്ട് വന്നു? ഈ രണ്ട് കമ്മിറ്റിയുടെ ഹെഡായിട്ട് വരുന്നതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പം ഈ 3 വ്യക്തികളും 3 ചെയർമാനായിട്ട് വരുന്ന ഈ 3 കമ്മിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മേജർ ആയിട്ടുള്ള കമ്മിറ്റീസ് എല്ലാം നോക്കി. ഹെഡ് പരീക്ഷ സ്ഥിരം ചോദിക്കുന്ന കമ്മിറ്റീസ് ഇതിൽ നിന്ന് തന്നെയായിരിക്കും പരീക്ഷയിൽ എപ്പോഴും കമ്മിറ്റീസിന് ചോദ്യം വരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ 22 കമ്മിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 22 കമ്മിറ്റീസിൽ 8 മേജർ കമ്മിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 8ൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി, നമ്മളിപ്പോൾ കുറേ കമ്മിറ്റീസ് 3 പേര് ഹെഡായിട്ടുള്ള പഠിച്ചു. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി ഏതെന്ന് വെച്ചാൽ BN റാവു എന്നുള്ള വ്യക്തി നമുക്ക് എന്ത് എഴുതി തന്നു? ഒരു ഡ്രാഫ്റ്റ് എഴുതി തന്നു. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് വിട്ടുപോകില്ല. എഴുതുമ്പോൾ ഈ ലിമിറ്റിന്റെ അകത്ത് ഞാൻ എഴുതി തരുന്ന ഒരു ബ്ലൂ പ്രിന്റിന്റെ പുറത്ത് നിങ്ങൾ പോവുകയും ചെയ്യില്ല, തീരെ താഴ്ന്നും പോകില്ല. ഇതിനെ വെച്ചെന്താണ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം ഇന്ത്യക്ക് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ BN റാവു എഴുതി തന്ന ഡ്രാഫ്റ്റിന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന കമ്മിറ്റി എന്തെന്ന് വിളിച്ചു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വെച്ചു. അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കി ഒരു കമ്മിറ്റിയിൽ നമ്മൾ എന്താണ് ചെയർമാൻമാരെ മാത്രം പഠിച്ചു, അത് മെമ്പേഴ്സിനെ പഠിക്കണ്ട. എന്നാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ 7 മെമ്പർമാരുണ്ടായിരുന്നു. There were 7 members. ഈ 7 മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ എന്താണ് പേര് പഠിച്ചിരിക്കുന്നത്? പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ആ 4 പേര് എന്നിട്ട് പറയും ഇതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ ഇല്ലാതിരുന്ന ആളാണ്, ആയിരുന്നത് ആരാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് ആരാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് കൃത്യം 2 ആഴ്ച കഴിഞ്ഞിട്ട്, അതെന്ന് പറയുമ്പോൾ 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 15th ഓഗസ്റ്റ്. അപ്പോൾ 14 ദിവസം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ 29th ഓഗസ്റ്റ് 1947 എന്ത് ചെയ്യുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. എന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്ത 29th ഓഗസ്റ്റ് 1947. ഓക്കെ, ആരായിരുന്നു ഇതിന്റെ ചെയർമാൻ? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വ്യക്തി തന്നെയാണ് ഫോം ചെയ്യേണ്ടത് ഇതിന്റെ ചെയർമാനായിട്ട്. ആരായിരുന്നു ചെയർമാൻ എന്ന് വെച്ചാൽ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വ്യക്തി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ബിക്കോസ് ഇദ്ദേഹത്തിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് BR അംബേദ്കർ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇദ്ദേഹം ഹെഡ് ചെയ്യുന്ന കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഫോം ചെയ്ത ഡേറ്റ് നമ്മൾ നോക്കി, ചെയർമാൻ നോക്കി. എത്ര മെമ്പേഴ്സ്? ഡയറക്റ്റ് ചോദ്യമാണ്. എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 7 മെമ്പേഴ്സ് ആണ് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 7 മെമ്പേഴ്സ് ആണ് ഉണ്ടായത്. ആ 7 മെമ്പേഴ്സ് ആരൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആര് തന്നെയായിരിക്കും? BR അംബേദ്കർ തന്നെയായിരിക്കും. ആദ്യ മെമ്പർ ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് BR അംബേദ്കർ തന്നെയാണ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ മെമ്പർ ഒരു മലയാളി ടച്ച് ഉള്ള പേരാണ്. ദാറ്റ് ഈസ് KM മുൻഷി. ദാറ്റ് ഈസ് KM മുൻഷി. ഓക്കെ, നമുക്ക് അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ് KM മുൻഷി. ഇനി മൂന്നാമത്തെ പേരെന്ന് പറഞ്ഞാൽ മൈനോറിറ്റി സെക്ഷനിൽ നിന്ന് ഒരാൾ വേണം, ബിക്കോസ് മൈനോറിറ്റിക്കാർ അവകാശങ്ങൾ അറിയണം. ദാറ്റ് ഈസ് മുഹമ്മദ് അസദുള്ള. മുഹമ്മദ് സദുള്ള. ഓക്കെ, ഇനി നാലാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൽ നിന്ന് വരുന്നതാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ.
അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ. അഞ്ചാമത്തത് വീണ്ടും തമിഴ്നാട് എന്ന് പറഞ്ഞാണ് ഗോപാലസ്വാമി അയ്യങ്കാർ. ഗോപാലസ്വാമി അയ്യങ്കാർ. ഓക്കെ. ഇനി ആറാമത്തെ വ്യക്തി എന്ന് പറയുന്നത് DP ഖെയ്തൻ. ഏഴാമത്തെ വ്യക്തി എന്ന് പറയുന്നത് BL മിറ്റർ. ഓക്കെ. നമ്മൾ കുറെ തവണ ഇത് എഴുതി പഠിക്കുമ്പോൾ വായിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പേരുകൾ ഓർമ്മ നിൽക്കും. ഇവിടെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്കകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ BN റാവു എഴുതി കൊടുത്ത ഡ്രാഫ്റ്റിന്റെ പുറത്ത് വർക്ക് ചെയ്ത് പോകുന്ന ഈ 7 പേര്, വളരെ കഴിവുള്ള 7 പേരായിരുന്നു ഇതിന്റെ ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ DP ഖേത്തൻ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം മരണപ്പെട്ടു. DP ഖേത്തൻ ഈ കമ്മിറ്റി ഓടിക്കൊണ്ടിരുന്നപ്പം തന്നെ മരണപ്പെട്ടു പോയി. അപ്പൊ ഇദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത് മറ്റൊരു ആൾ വരണം, DP ഖേത്തൻ. അപ്പൊ K വെച്ച് തുടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ Kക്ക് പകരം പുതിയൊരു K ഉള്ള ആള് തന്നെയാണ്, K വെച്ച് പേര് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് വരുന്നത്. ദാറ്റ് ഈസ് TT കൃഷ്ണമാചാരി. അപ്പൊ ഇദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത മരണകാരണോ അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. DP ഖേത്തൻ വാസ് റീപ്ലേസ്ഡ് ബൈ TT കൃഷ്ണമാചാരി. ഓക്കെ. TT കൃഷ്ണമാചാരി പരീക്ഷ വന്നിട്ടുണ്ട്. ഹു റീപ്ലേസ് ദിസ് എന്ന്. ഓക്കെ. ഇനി BL മിറ്ററിന്റെ ആരോഗ്യം എന്താണ്, വളരെ വീക്കായി. ഇപ്പോൾ അദ്ദേഹത്തിന് വരാൻ പറ്റാതായി കമ്മിറ്റിക്കകത്ത്. അങ്ങനെ അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേര് തുടങ്ങുന്ന ME എന്നാണ്. അതേപോലെ ME എന്ന് തുടങ്ങുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് തിരിച്ചെടുത്തത്. ദാറ്റ് ഈസ് N മാധവ് റാവ്. അദ്ദേഹത്തിനെ റീപ്ലേസ് ചെയ്ത N മാധവ് റാവ്. ഒരാളുടെ മരണത്തിലൂടെ മറ്റൊരാൾ വരുന്നു. സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ ഒരാളുടെ ആരോഗ്യം മോശമാവുന്നുണ്ട്, മറ്റൊരാൾ കയറി വരുന്നു. ഓക്കെ. അപ്പൊ DP ഖേത്തന് പകരം ആര് വരുന്നു? TT കൃഷ്ണമാചാരി വരുന്നു. BL മിറ്ററിന് പകരം ആര് വരുന്നു? N മാധവ് റാവ് വരുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് കംപ്ലീറ്റ് 7 അംഗം അടങ്ങിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും പേരുടെ പേരെന്താണ്, തീർച്ചയായിട്ടും ഓർത്ത് വെക്കണം. ഓക്കെ. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ കമ്മിറ്റി ഞാൻ പറഞ്ഞു 22 കമ്മിറ്റീസ് ഇരുന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അവരൊരു നാഷണൽ ഫ്ലാഗ് കൊണ്ടുവരികയാണ്. അവർ തന്നെ ഒരു ഇലക്ഷൻ നടത്തിയിട്ട് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരികയാണ്. അവരെന്ത് കൊണ്ടുവരികയാണ്? ഒരു നാഷണൽ സോങ് ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. അവർ ഇന്ത്യക്ക് വേണ്ടി ഒരു കലണ്ടർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണ് ഈ കമ്മിറ്റി ഇരുന്ന് ഇവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഈ കമ്മിറ്റി ചെയ്ത ഓരോ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യക്കകത്ത് ആദ്യം അവരെന്ത് കൊണ്ടുവരുന്നു വെച്ചാൽ ഇന്ത്യക്കകത്തുനിന്ന് ഒരു കമ്മിറ്റി ഇന്ത്യക്കകത്ത് ഒരു പ്രസിഡന്റിനെ കൊണ്ടുവരുന്നു. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റിനെ കമ്മിറ്റി കൊണ്ടുവരുന്നു. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തിയെ അഡോപ്റ്റ് ചെയ്തത്, ഇന്ത്യൻ പ്രസിഡന്റ് വാസ് അഡോപ്റ്റഡ് ഓൺ, ഇന്ത്യൻ പ്രസിഡന്റിനെ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്. ആരായിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ പ്രസിഡന്റ് എന്നത്. ഓക്കെ. അപ്പൊ അദ്ദേഹം എന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിനെ ഇന്ത്യക്കകത്ത് അഡോപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 24th ജനുവരി 1950. നമ്മൾ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുമ്പെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എല്ലായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം തയ്യാറായി റെഡിയായതെന്നാണ് 26 നവംബറിലെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ അതിനുശേഷം ഒരു വ്യക്തിയെ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അതാരെന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. അങ്ങനെ ഇന്ത്യയിൽ റിപ്പബ്ലിക് ആവുന്നുമ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഇന്ത്യക്ക് ആദ്യത്തെ പ്രസിഡന്റ് വരെയാണ്. ഇന്ത്യയിൽ പ്രസിഡന്റ് എന്നുള്ള പോസ്റ്റിനെ അഡോപ്റ്റ് ചെയ്യണം എന്നാണ് വരുന്നത് 26 ജനുവരി 1950 വരുന്നത്. അതേപോലെയാണ് നമ്മൾ നമ്മളുടെ നാഷണൽ ആന്തം വരുന്നു. ഓക്കെ. രാജ്യത്താന്തം വരുന്നു, നാഷണൽ ആന്തം. എല്ലാ രാജ്യത്തിനും ഒരു നാഷണൽ ആന്തം കാണും. ഓക്കെ. നമ്മുടെ നാഷണൽ ആന്തം ഏതാണ്? ജനഗണമനയാണ് നമ്മുടെ നാഷണൽ ആന്തം. ഓക്കെ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് സ്റ്റാറ്റിക് GK പഠിക്കാം. ഇവിടെ നമ്മുടെ നാഷണൽ ആന്തം ഏതെന്ന് വെച്ചാൽ ജനഗണമനയാണ് നാഷണൽ ആന്തം. അതെന്നാണ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതേ സെയിം ഡേറ്റിൽ തന്നെയാണ് ജനുവരി 24th 1950 അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. നമുക്കൊരു നാഷണൽ ആന്തം മാത്രമല്ല ഉള്ള, നമുക്ക് എന്തും കൂടിയുണ്ട്, ഒരു നാഷണൽ സോങ്ങും കൂടിയുണ്ട്. നമ്മുടെ നാഷണൽ സോങ്ങിന്റെ പേര് എന്താണ്? വന്ദേ മാതരമാണ് നമ്മുടെ നാഷണൽ സോങ്ങിന്റെ പേര് എന്ന് പറയുന്നത്. ആ നാഷണൽ സോങ് വരുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ ഓൺ 24th ജനുവരി 1950 നമ്മുടെ നാഷണൽ സോങ് വരുന്നത്. ഓക്കെ. അതിനുശേഷമാണ് നമുക്കൊരു നാഷണൽ എംബ്ലം ഉള്ളത്. ഓക്കെ. നാഷണൽ എംബ്ലം.
നാഷണൽ എംബ്ലം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഓർത്തോ, ഈ 3 ഒരുമിച്ച് പഠിക്കണം. പഠിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ എപ്പോഴും എന്താണ് ഒരുമിച്ച് പഠിക്കുക. പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 24th January 1950. ആന്തം ജനഗണമന 24th January 1950. നാഷണൽ സോങ് വന്ദേ മാതരം 24th January 1950 വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആവുന്നത് പാട്ടും പാടിയാണ് പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ, പാട്ടെന്ന് പറയുമ്പോൾ 2 പാട്ടും വരുന്നുണ്ട്, ആന്തവും വരുന്നുണ്ട്, സോങ്ങും വരുന്നുണ്ട്. ഓക്കെ, ഇനി നാഷണൽ എംബ്ലം. നാഷണൽ എംബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ എംബ്ലം ഏതാണ്? നമ്മളെ അശോക സ്തംഭമാണ് നമ്മളെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. അതിന്റെ ഒറിജിനൽ പേര് എന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക. ഓക്കെ, കഴിഞ്ഞ തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഈ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക എന്നാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ നമ്മൾ റിപ്പബ്ലിക് ആവുന്ന അതേ ഡേറ്റിനാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള. ദാറ്റ് ഈസ് ഓൺ 26th January 1950. 26 January 1950 നമ്മളെ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോകയെ അഡോപ്റ്റ് ചെയ്ത് നമ്മളെ നാഷണൽ എംബ്ലം ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് നമുക്കൊരു എന്താണ് നാഷണൽ കലണ്ടർ ഉണ്ട്. ഓക്കെ, നാഷണൽ കലണ്ടർ. നാഷണൽ കലണ്ടർ. നമ്മൾ നാഷണൽ കലണ്ടർ ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സാക്ക എറ കലണ്ടർ. നമ്മളെ കലണ്ടറിന്റെ പേരാണ് സാക്ക എറ കലണ്ടർ. ഈ കലണ്ടർ ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് അല്ലെങ്കിൽ മേക്ക് ചെയ്തത് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കിങ് കനിഷ്ക്. ഓക്കെ, 2ാം അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്ന രാജാവ് ഉണ്ടായിരുന്നു. കനിഷ്ക രാജാവ് എഴുതുമ്പോൾ കിങ് കനിഷ്ക് എന്നാണ് പറയുമ്പോൾ കനിഷ്ക് എന്ന് പറയും, പക്ഷെ എഴുതുമ്പോൾ കനിഷ്ക എന്നാണ് എഴുതുന്നത്. ഓക്കെ, കിങ് കനിഷ്ക രാജാവാണ് എന്തുണ്ടാക്കിയത്? സാക്ക എറ കലണ്ടർ ഉണ്ടാക്കിയ വർഷം 78 AD. ക്രിയേറ്റ് ചെയ്ത ഏത് വർഷം എന്ന് വെച്ചാൽ 78 AD. ഓക്കെ, യേശു മരിച്ച് 78ാമത്തെ വർഷമാണ് 78 AD എന്ന് പറയുന്നത്. ആ വർഷമാണ് ഈ കലണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കലണ്ടറാണ് ഇന്ത്യയുടെ എന്താണ് നാഷണൽ കലണ്ടർ. ഇന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്ത കലണ്ടർ ഏതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കാണുന്നത് മാതൃഭൂമിയോ മനോരമയോ അല്ലോ മറ്റ് ഒരു ഇംഗ്ലീഷ് കലണ്ടറോ അല്ല. ഏതാണ് വരുന്നത്? ആ സാക്ക എറ കലണ്ടറാണ് ഇന്ത്യയുടെ കലണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ കലണ്ടറിനെ എന്നാണ് ഇന്ത്യൻ അപ്രൂവ് ചെയ്തത് നോക്കിയാൽ കലണ്ടർ മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ത് ചെയ്യാത്തത്? അഡോപ്റ്റ് ചെയ്യാത്തത്. ബിക്കോസ് കലണ്ടർ എന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 22nd March 1957. നമ്മൾ സ്വാതന്ത്ര്യം നേടി 10 വർഷത്തിന് ശേഷമാണ് നമുക്കൊരു കലണ്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് കിടക്കുന്ന കലണ്ടർ ഏതാണ്? ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി കലണ്ടർ ആണ്, അല്ലെങ്കിൽ ജോർജിയൻ കലണ്ടർ എന്ന് പറയും. ഇത് ഏതാണ്? ദിസ് ഈസ് സാക്ക എറ കലണ്ടർ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കലണ്ടർ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഈ കലണ്ടറാണ്. ക്രിസ്ത്യാനിറ്റി കലണ്ടറിനെ കുറിച്ച് ചോദ്യം ഒന്നും വരാറില്ല, സാക്ക എറയെ കുറിച്ച് ചോദ്യം വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ അഡോപ്റ്റ് ചെയ്തെന്നു വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 22nd March 1957. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് വരെ ഉണ്ടായെന്നുള്ളൂ? 1950 വരെ ഉണ്ടായെന്നുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയായതിനു ശേഷം അഡോപ്റ്റ് ചെയ്തതിനു ശേഷം ഇവരെന്ത് ചെയ്തു? അങ്ങ് പിരിച്ചുവിട്ടു. പിന്നെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അത് പിന്നെ ലോക്സഭ രാജ്യസഭയായിട്ടൊക്കെ പിരിഞ്ഞിപ്പോൾ അത് നമ്മൾ പിന്നെ പഠിക്കും. ഇവിടെ എന്താണ് കലണ്ടർ ക്രിയേറ്റ് ചെയ്തത് ആരെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. 57 നെഹ്റു ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ കലണ്ടറിനെ അഡോപ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ ഇന്ത്യൻ പ്രസിഡന്റിനെ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് പഠിച്ചു, നാഷണൽ ആന്തം പഠിച്ചു, നാഷണൽ സോങ് പഠിച്ചു, നാഷണൽ എംബ്ലം അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് പഠിച്ചു, നാഷണൽ കലണ്ടർ. എന്നാൽ ഇതിനെക്കാട്ടിയെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ദാറ്റ് ഈസ് നാഷണൽ ഫ്ലാഗ്. നമ്മുടെ രാജ്യത്തെ നമ്മളെ നാഷണൽ ഫ്ലാഗിനെ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്. നാഷണൽ ഫ്ലാഗ് എന്നാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ദ ഫ്ലാഗ് ഗോട്ട് അഡോപ്റ്റഡ് ഓൺ 22nd July 1947. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് കലണ്ടർ കഴിഞ്ഞിട്ട് ഫ്ലാഗ് പറഞ്ഞതെന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. നമ്മൾ നാഷണൽ കലണ്ടർ 22nd March എന്നാണ് പറഞ്ഞത്, 1957 എന്നുള്ളൂ. ഫ്ലാഗ് ഞാൻ പറയുന്നു 22nd July 1947. നോക്കാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെന്നു വെച്ചാൽ 15th August 1947. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് പോകുന്നതിന് മുമ്പ് ആ ചടങ്ങ്, നമ്മുടെ സ്വാതന്ത്ര്യം ഇൻഡിപെൻഡൻസിന്റെ ഏത് ചടങ്ങായിക്കോട്ടെ ആ ഫംഗ്ഷൻ നമ്മൾ സ്ഥിരം കാണുന്ന എന്താണ്? ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യണം. ഇപ്പം തന്നെ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞപ്പോൾ എന്താണ്? ഹർ ഘർ തിരങ്ക എന്ന് പറഞ്ഞിട്ട് എന്താണ് എല്ലാ വീടുകളിലും വരെ എന്താണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ മെയിൻ പരിപാടി. അപ്പോൾ ബാക്കി ഒന്നും തയ്യാറായിട്ടില്ല, ബാക്കി പ്രസിഡന്റ് റെഡി ആയിട്ടില്ല, നാഷണൽ ആന്തം ഇല്ല, നാഷണൽ സോങ് ഇല്ല, നാഷണൽ എംബ്ലോ കലണ്ടറോ ഒന്നും ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ എന്ത് വേണോ? ഒരു നിർബന്ധമായിട്ട് നാഷണൽ ഫ്ലാഗ് നിർബന്ധമായിട്ടും വേണമായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് അഡോപ്റ്റ് ചെയ്ത് ഏതെന്ന് വെച്ചാൽ നാഷണൽ ഫ്ലാഗ് ആണ് ഓൺ 22nd July 1947. ഓക്കെ, തിരിഞ്ഞു പോവല് ഓഗസ്റ്റിന് തൊട്ട് മുമ്പുള്ള മാസമാണ് ജൂലൈ. അപ്പോൾ പരിപാടിയുടെ ഒരു മാസം മുമ്പെയാണ് നമ്മൾ എന്താണ് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തത്. 22nd March എന്ന് പറയുന്ന കലണ്ടറാണ് വരുന്നത്.
ഓക്കെ. അപ്പൊ മേജർ ആയിട്ട് നമ്മളെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കമ്മിറ്റി ചേർന്ന് കൂടി കൺസ്ട്രക്ട് ചെയ്തെടുത്ത അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുത്ത എല്ലാ സംഭവങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആവുകയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ റെഡി ആവാൻ വേണ്ടി എത്ര സമയം എടുത്തു എന്ന് വെച്ചാൽ നിങ്ങൾ പറയും 2 വർഷം 11 മാസം 17 ദിവസം എന്ന് പറഞ്ഞ ടൈം എടുത്തു. ഓക്കെ. എത്ര രൂപ എത്ര പൈസ ചെലവായെന്ന് വെച്ചാൽ നിങ്ങൾ പറയും 64 ലക്ഷം രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിന് എത്ര മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു, എത്ര സെഷൻസ് ആയിട്ട് അവർ മീറ്റിംഗ് നടത്തിയെന്ന് വെച്ചാൽ 11 സെഷൻസിന്റെ മീറ്റിംഗ് നടത്തി. എത്ര മീറ്റിംഗ് നടത്തി? 11 സെഷൻസിന്റെ മീറ്റിംഗ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ 11 തവണയാണ് അവർ തമ്മിൽ എല്ലാ പേരും ഒന്നെങ്കിൽ 389 പേര് അല്ലെങ്കിൽ 299 പേര് 11 തവണയാണ് മീറ്റിംഗ് അല്ലെങ്കിൽ തമ്മിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നു. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി എന്താണ് റെഡിയായി വന്നു. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി എല്ലാം റെഡിയായി വന്നതിന് ശേഷം അന്ന് ഈ ഫാക്ട്സ് ആണ് പറയാതെ പോയത്. ഓക്കെ. ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബി ആർ അംബേദ്കർ. ഓക്കെ. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറായി വന്നതിന് ശേഷം ഇനി അത് എന്ത് ചെയ്യണം, അതൊരു ബുക്കിലോട്ട് മാറ്റണം. അത് ഇനി ഒരു ബുക്കിലോട്ട് എഴുതി മാറ്റണം. ഈ ബുക്കിലോട്ട് എഴുതി മാറ്റണമെങ്കിൽ ഇന്നത്തെ പോലെ പ്രിന്ററോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എന്താണ് ചെയ്യേണ്ടത്, എഴുതി തന്നെ എഴുതാം, ഫുള്ള് റെഡിയാക്കണം. അപ്പൊ എഴുതുമ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാൻ പറ്റൂല, നല്ല വൃത്തിയായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാം. അങ്ങനെ ഇങ്ങനെ എഴുതുന്നവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, കാലിഗ്രാഫിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ. അങ്ങനെ എഴുതുന്നവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, കാലിഗ്രാഫിസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ. അങ്ങനെ ലോകത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കാലിഗ്രാഫിസ്റ്റുമാരെ അന്വേഷിച്ച് നോക്കി. എല്ലാവരും എന്ത് പറഞ്ഞു, ഹ്യൂജ് എമൗണ്ട് ആണ് വാങ്ങിച്ചത്. എല്ലാം ചോദിക്കുന്നത് വളരെ വലിയ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. പിന്നെ നോക്കിയപ്പോൾ ഇന്ത്യക്കകത്ത് നോക്കി നല്ല കാലിഗ്രാഫിസ്റ്റുമാർ നല്ല വൃത്തിക്ക് എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ ഒരുപാട് പേരുണ്ട്. അവരും എന്ത് ചെയ്യുന്നു, ഹ്യൂജ് എമൗണ്ട് വാങ്ങിക്കുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാലിഗ്രാഫിസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് അദ്ദേഹത്തിന്റെ പേരാണ് പ്രേം ബിഹാരി നരൈൻ റായ്സാദ. ഓക്കെ. അദ്ദേഹത്തിന്റെ പേരെന്തെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രേം ബിഹാരി നരൈൻ റായ്സാദ. അപ്പൊ ഇദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ, നെഹ്റു പോകുന്നു, ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നു, ഇദ്ദേഹത്തിനോട് പറയുന്നു താങ്കൾ എഴുതാൻ എത്ര രൂപ വാങ്ങിക്കുമെന്ന് ചോദിച്ചു. ഓൾറെഡി 64 ലക്ഷം രൂപ ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ് അടുത്ത്. ഇനി ഇതൊന്ന് എഴുതിയും കൂടി കഴിഞ്ഞാൽ ഫുൾ പണി തീർന്നു. അപ്പൊ ഇനി പൈസയല്ല കാലിഗ്രാഫർമാർ ചോദിക്കുന്നത്. അപ്പൊ പ്രേം ബിഹാരി നരൈൻ റായ്സാദ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് എഴുതരാം, എനിക്ക് ഒരു പൈസയും വേണ്ട. പക്ഷേ ഞാൻ എഴുതുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ പേജിന്റെയും താഴെ ഞാൻ എന്ത് ചെയ്തും, എന്റെ പേര് എഴുതും. ഓക്കെ. എന്റെ പേര് ഓരോ പേജിന്റെ താഴെ എഴുതും. പിന്നെ ഏറ്റവും ലാസ്റ്റ് പേജിൽ, ബുക്കിന്റെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് പേജിൽ, ബൈൻഡിന്റെ തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് പേജിൽ എന്താണ്, എന്റെ അച്ഛനും അമ്മയൊക്കെ, പ്രേം ബിഹാരി നരൈൻ റായ്സാദ പറയണ എന്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചതിന് ശേഷം എന്താണ്, എനിക്ക് എന്റെ അപ്പൂപ്പനാണ് എന്നെ എല്ലാം എടുത്ത് വളർത്തിയതും എന്നെ ഇത്രയും നിലയിലൊക്കെ ആക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇൻ മെമ്മറി ഓഫ് എന്നാണ് അപ്പൂപ്പന്റെ പേരിൽ എഴുതുന്നത്. അപ്പൊ നെഹ്റു നോക്കുമ്പോൾ ലാഭമാണ്. ഓക്കെ. ഏറ്റവും താഴെയാണ് എഴുതിയിരിക്കുന്നത് സ്വന്തം പേര്, പിന്നെ അപ്പൂപ്പന്റെ പേര് ഏറ്റവും ലാസ്റ്റ് പേജ്. അത് വേണമെങ്കിൽ അവിടെ വെച്ച് കീറി കളഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷെ എന്താണ്, ഒരു രൂപ വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തെ തന്നെ ഫിക്സ് ചെയ്യാം. അങ്ങനെ ഇംഗ്ലീഷ് വെർഷൻ, ശ്രദ്ധിച്ചോണം, ഇംഗ്ലീഷ് വെർഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രേം ബിഹാരി നരൈൻ റായ്സാദ. ഇംഗ്ലീഷ് വെർഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് റിട്ടൺ ബൈ പ്രേം ബിഹാരി നരൈൻ റായ്സാദ. എന്നാൽ ഹിന്ദി വെർഷൻ, നല്ലൊരു ചോദ്യമാണ്. ഇംഗ്ലീഷിൽ മാത്രമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുള്ള, ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. ഹിന്ദി വെർഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് റിട്ടൺ ബൈ വസന്ത് കൃഷ്ണ വൈദ്യ. ഓക്കെ. വസന്ത് ദേവ് അല്ല, വസന്ത് കൃഷ്ണ വൈദ്യ. വസന്ത കൃഷ്ണ വൈദ്യയാണ് എന്ത് എഴുതുന്നത്, ഹിന്ദി വെർഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് ആരെന്ന് വെച്ചാൽ വസന്ത കൃഷ്ണ വൈദ്യയാണ് എഴുതുന്നത്. ഓക്കെ. ആ പോയിന്റ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള. ദ ഹിന്ദി വെർഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഹാൻഡ് റിട്ടൺ ബൈ ആരെന്ന് വെച്ചാൽ വസന്ത കൃഷ്ണ വൈദ്യയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി നോക്കാം, നോട്ട് ചെയ്തോണം ഹിന്ദി വെർഷൻ. ഓക്കെ. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ആരായാലും ഒരു മാഗസിൻ, നമ്മൾ ഏതൊരു ബുക്ക് സ്റ്റോളോ അല്ലെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്, ആ ഒരു ബുക്കോ അല്ലെങ്കിൽ മാഗസീൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ മാഗസീനിലോട്ട് നമ്മൾ അട്രാക്റ്റഡ് ആവുന്ന എന്ത് നോക്കിയിട്ടാണ്, തീർച്ചയായിട്ടും എൻ്റെ കവർ പേജ്. ഓക്കെ. എൻ്റെ ഫ്രണ്ടിലുള്ള ഫോട്ടോ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ആ ബുക്ക് അകത്തോട്ട് തുറന്നു നോക്കണമെന്ന് തന്നെ നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ വരുന്ന തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കവർ പേജ് എന്തായിരിക്കണം. ഓക്കെ. അതിൻ്റെ കവർ പേജ് നല്ലൊരു കവർ പേജ് ആയിരിക്കണം. ബിക്കോസ് അത് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും, തീർച്ചയായിട്ടും അതൊരു അട്രാക്റ്റീവ് കവർ പേജ് ആയിട്ട് വരണമെങ്കിൽ
നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണുന്ന ഈ ഒരു കവർ പേജ്, നിങ്ങൾ ഈ ഫ്രണ്ടിൽ കാണുന്ന കവർ പേജ്, ഓക്കെ, ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത്, ഇത് ആരാണ് മേക്ക് ചെയ്തിട്ടുള്ളത്, ഈ കവർ പേജ് ആരാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓക്കെ, നമ്മുടെ കൺട്രിക്കകത്ത് ആർട്ടീഷ്യന്മാർക്ക്, ഓക്കെ, ആർട്ടീഷ്യൻസിന് വേണ്ടിയിട്ട് വളരെ ഫേമസ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ശാന്തി നികേതൻ എന്ന് പറയും. ഓക്കെ, നമ്മുടെ രാജ്യത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ശാന്തി നികേതൻ എന്ന് പറയും. ശാന്തി നികേതൻ. ഈ ശാന്തി നികേതൻ വരുന്നത് 1901 ശാന്തി നികേതൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്ര ടാഗോർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയാണ് ഒരുപാട് ആർട്ടീഷ്യൻസ്മാർ, നമ്മുടെ രാജ്യത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടീഷ്യൻസ് പലരും എന്താണ് നമ്മുടെ രാജ്യത്തോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കിന്റെ കവർ പേജ് റെഡിയാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഓക്കെ എന്ത് ചെയ്യണം, ആർട്ടീഷ്യൻസിനെ വേണം. അങ്ങനെ ഈ ആർട്ടീഷ്യൻസിനെ വേണ്ടി അന്വേഷിച്ച് പോയപ്പോൾ ശാന്തി നികേതന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 ആർട്ടീഷ്യൻസിനെ സെലക്ട് ചെയ്തിരുന്നു. വൺ ഈസ് നന്ദലാൽ ബോസും ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് BR സിൻഹ. ഓക്കെ, അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നന്ദലാൽ ബോസും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ BR സിൻഹയാണ്. അങ്ങനെ ഈ 2 ആർട്ടീഷ്യൻസും കൂടി ചേർന്നിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കവർ പേജ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ മേജർ പോർഷൻ, ഇതിന്റെ മേജർ ഈ കാണുന്ന ഡിസൈനിങ് എല്ലാം ചെയ്തിട്ടുള്ളത് ആരെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ആര് തന്നെയാണ്, നന്ദലാൽ ബോസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു SSC പോയിന്റ് ഓഫ് വ്യൂ എക്സാമിൽ ഹു ഡിസൈൻ ദ കവർ പേജ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് നന്ദലാൽ ബോസ് തന്നെയാണ് വരുന്നത്. BR സിൻഹയുടെ പേര് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറില്ല. എന്നാൽ മറ്റൊരിടത്ത് നമ്മൾ BR സിൻഹയുടെ പേരാണ് മെയിൻ ആയിട്ട് കേൾക്കുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കവർ പേജ് തയ്യാറാക്കുന്നത്. ആരാണ് നന്ദലാൽ ബോസ് എന്ന് വെച്ചാൽ ഹീസ് കോൾഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ മോഡേൺ പെയിന്റിംഗ്. ഇന്ത്യൻ മോഡേൺ പെയിന്റിങ്ങിന്, ആധുനിക പെയിന്റിങ്ങിന്റെ പിതാവ് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നന്ദലാൽ ബോസ് ആണ്. ഈസ് കോൾഡ് ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ മോഡേൺ പെയിന്റിംഗ് എന്നറിയപ്പെടും നന്ദലാൽ ബോസ് എന്ന് പറയും. ഇദ്ദേഹമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ കാണുന്ന കവർ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ തേർഡ് പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് കവർ പേജ് ഡിസൈൻ ബൈ ആർട്ടിസ്റ്റ് ഫ്രം ശാന്തി നികേതൻ, നന്ദലാൽ ബോസ് ആൻഡ് BR സിൻഹ, ബിയോഹർ റാം മനോഹർ സിൻഹ എന്നറിയപ്പെടും. ശാന്തി നികേതൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 1901 വരുന്നത്. ആരാണ് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ദാറ്റ് വാസ് ബ്രോട്ട് ബൈ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയും. എന്നാൽ 1921 ആയപ്പോഴത്തേക്കും ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് മാറ്റിയിരുന്നു. ഇറ്റ് വാസ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ഈ ശാന്തി നികേതൻ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാം, ഡൽഹി യൂണിവേഴ്സിറ്റി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഇതെല്ലാം എന്താണ്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അതേപോലത്തെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ശാന്തി നികേതൻ എന്ന് പറയുന്നത്. 1921 ഇതിന്റെ പേര് മാറ്റിയിട്ട് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നാക്കി. എന്താക്കി? വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എന്നാക്കി 1921. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കും, ചാൻസലർ എന്ന് വിളിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയും. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രസിഡന്റ് എന്ന് പറയും. അങ്ങനെ ഇന്ത്യക്കകത്ത് വരുന്ന ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലർ, ഹെഡ് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് നമ്മൾ പറയും. എന്നാൽ ഇന്ത്യസ് വൺ ആൻഡ് ഓൺലി സെൻട്രൽ യൂണിവേഴ്സിറ്റി വേറെ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചാൻസലർ. പ്രൈം മിനിസ്റ്റർ ചാൻസലർ ആവുന്ന ഇന്ത്യയുടെ ഒരേ ഒരു യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. അതായത് പണ്ടത്തെ ശാന്തി നികേതൻ. ഈ ഒറ്റ യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ അവിടെ ചാൻസലർ ആവുന്ന ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ ആണ്, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല. ഓക്കെ, ബാക്കി ഏതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എടുത്താലും അതിന്റെ ചാൻസലർ ആവുന്ന ആരാണ്, പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ 1921 പണ്ടത്തെ ശാന്തി നികേതൻ എന്തായി മാറുന്നു, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആവുന്നു. ചിലപ്പോൾ പരീക്ഷ ചോദിക്കും, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി? ആര് തന്നെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ശാന്തി നികേതൻ എന്ന് ചോദിച്ചാലും ഒരു പേര് തന്നെയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് പരീക്ഷ വന്നിട്ടുള്ളത്.
ഓക്കെ, അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ബാഗ് ഓഫ് ബോറോയിങ്സ് ആണ്, കോപ്പി അടിച്ചാണ് മിക്കതും എഴുതിയിട്ടുള്ളത്. അങ്ങനെ ലോങ്കസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ലോങ്കസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ആയിട്ടാണ് മാറിയിട്ടുള്ളത്. ഓക്കെ, എഴുതി വന്നപ്പോൾ ഒരുപാട് നിയമങ്ങൾ എഴുതി വന്നു, നിയമങ്ങളുടെ പൂമ്പാരമായിട്ട് മാറി. ഇനി ക്ലോസ്ലി ഫോളോ, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ മറ്റേത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാച്ച് ചെയ്യാന്ന് വെച്ചാൽ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, തീർച്ചയായിട്ടും അങ്ങനെ മാച്ച് ചെയ്ത് വരുള്ളൂ. ബിക്കോസ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 70% പോർഷൻസ് നമ്മൾ എവിടെ നിന്നാണ് കോപ്പി അടിച്ചതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ആകുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി ഒരു നിയമം എഴുതി തരും, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിലുള്ള മേജർ പോർഷൻ തന്നെയാണ് നമ്മൾ എന്താണ് കോപ്പി അടിച്ച് എന്താക്കിയിട്ടുള്ളത്, നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കിയിട്ടുള്ളത്. ഒരു കാലത്ത് നമ്മൾ ഈ നിയമം തെറ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ലാസ്റ്റ് നമ്മളുടെ രാജ്യത്തിന്റെ നിയമം തയ്യാറാക്കാൻ പോയപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് മെയിൻലി കോപ്പി അടിച്ചത്. അപ്പൊ ഈ നിയമം നമുക്ക് എഴുതുന്ന ആരാണ്? ബ്രിട്ടീഷുകാർ എവിടെ നിന്നായിരിക്കും നിയമം എഴുതിത്തരുന്ന? അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലോസ്ലി റിസംബിൾസ് ടു ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ റെഡിയായി, അതിനെന്താണ് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതിന് ഒരു കവർ പേജ് റെഡിയായി. ആരാണ് കവർ പേജ് റെഡിയാക്കിയ? നന്ദലാൽ ബോസ് ആണ് റെഡിയാക്കിയത്. ഇനി അതിന്റെ അകത്തോട്ട് പോകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ എഴുതി വെച്ചത് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രേം ബിഹാരി നരേൻ റൈസാദ. അതിന്റെ ഹിന്ദി വെർഷൻ ഉണ്ട്, അത് എഴുതിയത് ആരെന്ന് വെച്ചാൽ വസന്ത് കൃഷ്ണ വൈദ്യാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ എല്ലാ പേജിന്റെയും താഴെ ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് പേജിൽ പ്രേം ബിഹാരി നരേൻ റൈസാദയുടെ അപ്പൂപ്പന്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം റെഡി ആയിട്ടിരുന്നിട്ടുണ്ട്. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആരാണ് ഇരുന്ന് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഇരുന്ന് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ഒപ്പിടണം. യെസ്, ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഇങ്ങനെ ഒപ്പിടണം. അങ്ങനെ മൊത്തം എത്ര പേരാണ് ഒപ്പിടേണ്ടി വരുന്നത് 1950 നിങ്ങൾ ഒരു അറിവ് വെച്ച്? ഞാൻ പറഞ്ഞു 389 പേരാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പാർട്ടീഷന് ശേഷം 299 കുറഞ്ഞു. അപ്പോൾ ടോട്ടൽ 299 ഒപ്പാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ 15 പേരൊക്കെ അന്ന് വരാൻ പറ്റാതാവുന്നു. മൊത്തം എത്ര പേരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 284 ആണ്. So Indian constitution was signed by, പരീക്ഷ ചോദിക്കും, Indian constitution was signed by how many people എന്ന് വെച്ചാൽ that is 284, 284 പേരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഇലക്ഷൻ നടന്ന കാര്യം പറഞ്ഞത് അപ്പം പറയാൻ വിട്ടുപോയ കാര്യമാണ്. 299 സീറ്റിൽ ഇലക്ഷൻ നടക്കേണ്ട ഒരു സ്ഥലത്ത് പോലും നമ്മൾ ആരൊക്കെ എവിടെ നിന്ന് മത്സരിച്ചെന്ന് പഠിക്കേണ്ട. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം പഠിച്ചു വയ്ക്കണം, ദാറ്റ് ഈസ് അംബേദ്കർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവായ അംബേദ്കർ എവിടെ നിന്നാണ് ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബംഗാളിൽ നിന്നിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ള ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ 299 പേരിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? CGL 2021 ചോദ്യമാണോ, എത്ര വനിതകൾ ഉണ്ടായിരുന്നു? ദാറ്റ് ഈസ് 17 വുമൻസ് ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 17 വനിതകൾ ഉണ്ടായിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് ഇതെന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് 17 പേരുണ്ടായിരുന്നു. അത് നമ്മൾ പഠിക്കേണ്ട, കേരള ഫാക്സ് ഒന്നും പഠിക്കേണ്ട, നമ്മൾ പഠിക്കേണ്ട ഇന്ത്യൻ ഫാക്സ് മാത്രമാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാ പോയിന്റ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതെന്നാണ് അഡോപ്റ്റ് ചെയ്ത് പഠിപ്പിച്ചതെന്നാണ് ദാറ്റ് ഈസ് ഓൺ 26 നവംബർ 1949 എന്ത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം റെഡി ആയിട്ടുള്ളത്. ഇനി അതെന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ്, അത് നിലവിൽ വന്നെന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൺ 26 ജനുവരി 1950 അത് നിലവിൽ വന്നിട്ടുള്ള കെയിം ഇൻ ടു ഫോഴ്സ്. അതെന്തുകൊണ്ട് മാറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു, പൂർണ്ണ സ്വരാജ് അതിന്റെ ഇൻസിഡന്റ് പ്രകാരം 26 ജനുവരി 1930 ഒരുപാട് പേര് ജീവൻ നൽകി. അതിന്റെ ഓർമ്മയ്ക്കാണ് ഈ ഡേറ്റ് സെലക്ട് ചെയ്തത്. ആ ഡേറ്റ് നമ്മൾ പിന്നെ എന്ത് ഡേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു? നമ്മളുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡേക്ക് ഇമ്പോർട്ടൻസ് ഇല്ലേ? ഇവരെല്ലാവരും കൂടി ഈ 2 വർഷം 11 മാസം 17 ദിവസം എല്ലാം ചെലവിട്ട് ഇത്രയും രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നോക്കി മെനക്കെട്ടിരുന്ന് കോപ്പി അടിച്ചെങ്കിലും എഴുതി പറഞ്ഞാലും ഇത്രയും മെനക്കെട്ടിരുന്ന് എഴുതി. അപ്പോൾ ഇത്ര എഴുതുമ്പോൾ ഈ ഡേയിന് ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ലേ? തീർച്ചയായിട്ടും ഈ ഡേക്ക് ഇമ്പോർട്ടൻസ് വരുന്നു. 26 നവംബറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്ത് ഡേ ആയിട്ടെന്ന് വെച്ചാൽ ആസ് ലോ ഡേ ഓർ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ലോ ഡേ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടിയുണ്ട്, ദാറ്റ് ഈസ് സംവിധാൻ ദിവസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഏത് വർഷം മുതൽ എന്ന് വെച്ചാൽ 2015 മുതൽ. ഫ്രം 2015 26 നവംബർ സെലിബ്രേറ്റഡ് ആസ് സംവിധാൻ ദിവസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ലോ ഡേ എന്നോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നും പറയും. ഓക്കെ, അപ്പൊ ഇതോടെ കംപ്ലീറ്റ് പോർഷൻ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 2 ക്ലാസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മേക്കിംഗ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്ത കംപ്ലീറ്റ് ആൾക്കാരെ ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ട്, അതിൽ എത്ര രൂപ സ്പെൻഡ് ആയിട്ടുണ്ട്, എത്ര ദിവസം, ഏതൊക്കെ ഫാക്ട്സ് എല്ലാം റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതോടെ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രിയാമ്പിൾ ആണ് നോക്കാൻ പോകുന്നത്.